ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൂജയാണെന്ന്. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ പരിപാടികളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ ആദ്യം തന്നെ മാങ്ങൻ്റെ പരിപാടിയാണ് കേട്ടോ. മാങ്ങ അച്ചാറിടാന്ന് പറഞ്ഞിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി മുറിച്ച് അത് അരിയാന്ന് പറഞ്ഞ് അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ ഇടണമല്ലോ. അപ്പോൾ രാവിലെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞതും മാങ്ങ അച്ചാറാക്കാമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ പൂജൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പച്ച മാങ്ങ, അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് വന്നാലാണ് ഇനി ഇത് അച്ചാറിടുക. ആൾ പുറത്ത് പോയതാണ്. അപ്പോൾ അങ്ങനെ വന്നപാട് അച്ചാറിട്ടോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് ആൾ അച്ചാറിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മാങ്ങച്ചാർ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആദ്യത്തെ പരിപാടിക്ക് കിടന്നത് അച്ചാറിടാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതെല്ലാം നന്നായി തിരുമ്മി കൈകൊണ്ടാക്കിയാൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കരണ്ടിയൊന്നും യൂസ് ചെയ്യാൻ അയച്ചിട്ടില്ല. അതുകൊണ്ട് കൈകൊണ്ട് തന്നെയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ അച്ചാർ പൊടിയൊക്കെ ഇട്ട് അത് റെഡിയാക്കി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പൂജയ്ക്കുള്ള പ്രിപ്പറേഷൻസ് പറഞ്ഞാൽ പൂജൻ്റെ പരിപാടികളൊക്കെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ടേബിളും ചെയറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ളത്. പിന്നെ അങ്ങനെ ഉച്ചയാവാനായപ്പോൾ ഞാൻ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പോയി കുളിച്ചു. അപ്പോൾ ശരി എന്നാൽ ചൂടല്ലേ എന്ന് പറഞ്ഞ് നാരങ്ങ വെള്ളം കലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം പിള്ളേരും അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ അങ്ങനെ കലക്കി കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് അത് കലക്കി. പിന്നെ ഞങ്ങളൊക്കെ കൂടെ വെള്ളം കുടിച്ചു. അതിനുശേഷം പൂജ ചെയ്യണ നമ്മുടെ ആ പ്ലേസ് കാണണ്ടേന്ന്. അപ്പോൾ അത് ഞാൻ ശരി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അപ്പോൾ കിണറും അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് വ്യൂ. അവിടെ നിന്ന് കുറച്ചിറങ്ങി താഴോട്ടാണ്, അവിടെയാണ് പൂജ കഴിക്കുന്നത്. കോഴിയൊക്കെ അറുത്തിട്ടുള്ള കണ്ടാകരണം പൂജയാണ്. അപ്പോൾ അവിടുത്തെ ആ ദൈവത്തിനെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ പുല്ല് പിടിച്ച് കിടക്കായിരുന്നു. ഒരു 3-4 ദിവസം മുമ്പാണ് അച്ഛനെ ആളെ വിളിച്ചിട്ട് ഇവിടെ എല്ലാം വെട്ടിയൊക്കെ ക്ലീനാക്കിയത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൂജ കഴിക്കുന്നത്. ഇവിടെ ഇവിടെ ആ ഒരു കല്ല് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയാണ് പൂജ കഴിക്കുന്നത്. ഇതാണ് കേട്ടോ. മാവും മരങ്ങളും ഒക്കെ ഉണ്ട് സൈഡിൽ ചുറ്റും. കുറച്ച് തണലും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഭാഗത്താണ് അങ്ങനെ പൂജ നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ പിള്ളേരെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം ഉച്ചയായി. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടൊന്നും അവർ വരുന്നുണ്ടായിരുന്നില്ല. 2 പേരും നല്ല കളിയാണ്. ലച്ചു, അവൻ്റെ ഇവിടുത്തെ ഫ്രണ്ടാണ് ലച്ചു. അപ്പോൾ അവളെ എക്സാം കഴിഞ്ഞ് വന്നപാട് അങ്ങനെ കളിക്കാൻ വന്നതാണ്. അപ്പോൾ സമയമായി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് 2 പേരും വരുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ 2 പേർക്കും വാരി കൊടുക്കുകയാണ്. അപ്പോൾ അവരത് കളിസ്ഥലത്തിരുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ ഞങ്ങളെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് 2 പേരും. 2 പേരും നല്ല കമ്പനിയാണ് കേട്ടോ. പിണങ്ങും, അതുപോലെ തന്നെ വേഗം ഇണങ്ങും. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുക്കിങ്ങിൻ്റെ പരിപാടിയായി. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വലിയമ്മമാരും ചെറിയമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ പണികൾ ഏറ്റെടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൂജൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും. തിരക്കായതുകൊണ്ടും ഒരുപാടൊന്നും വീഡിയോസിൽ എനിക്ക് പകർത്താൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നത് അങ്ങനെ കുക്കിംഗ്. ഇതാണ് നമ്മുടെ ഷെഫ്. എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുക്കുമെല്ലാം ആൾ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞാനത് ഇളക്കാൻ വേണ്ടി പോയതാണ്, അടിപിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പുകയും എല്ലാം ഉണ്ട്, ചൂടുമല്ലേ. പിന്നെ അങ്ങനെ അത് ഇവരെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവരത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയമ്മയും പ്രതീക്ഷേട്ടനും കൂടെ ഇളക്കുന്നുണ്ട്. ഇവരതിൻ്റെ ഇടയിലും കളി തന്നെയാണ് കേട്ടോ, ഉണ്ണിയും ലച്ചും എല്ലാവരും. പിന്നെ അപ്പുറത്ത് നമ്മൾ പുറത്തുള്ള ആ സൈഡിലാണ് നമ്മൾ കുമ്പളങ്ങയും ഇറച്ചിയും വെക്കുന്നത്. അപ്പോൾ അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഫസ്റ്റ് പൂജയ്ക്കുള്ള ടൈം ആയിട്ടുണ്ട്, ഏകദേശം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പൂജയ്ക്ക് പോവാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൂജയ്ക്ക് പോയി പൂജ കഴിഞ്ഞ് കോഴി അറുത്തതിന് ശേഷം ആ നാടൻ കോഴി കറി വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പൂജ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പൂജയാണ് ഇപ്പോൾ അവിടെ അച്ഛൻ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ പോയിട്ട് തൊഴുതാന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ തിരിയൊക്കെ കത്തിച്ച് അതുപോലെ തന്നെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുകയാണ്. ഇതാണ് നമ്മുടെ കോഴി പൂജയ്ക്ക്. അപ്പോൾ ഇതേ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും പൂജയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ അതെല്ലാം റെഡിയാക്കിയിട്ട് ഏട്ടനും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ നോക്കി അവിടെ നിന്ന് പൂജ കഴിച്ച് അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് തൊഴുതിയൊക്കെ വരികയാണ്. അതെ, അച്ഛനെല്ലാം വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതാ കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിങ് കാണാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക്. അപ്പോൾ കളിക്കുന്ന അവിടെ നിന്ന് അതൊക്കെ അവിടെ നിർത്തി പൂജയ്ക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിലെ പൂജ കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ആ കോഴിനെ അറുത്ത് ആ കറിയാണ് ഇട്ടത്. ഇതേ ചെറിയമ്മയും കലച്ചേച്ചിയും. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ്. ചെറിയമ്മ അതപ്പോൾ എത്തിയുള്ളൂ. അപ്പോൾ വന്നപാട് ആൾക്ക് ഇതാ ഈ കറി വയ്ക്കാനുള്ള ഇതാണ് കൊടുത്തത്. അപ്പോൾ ആൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പൂജയ്ക്കാണല്ലോ നമ്മൾ ഈ കറി വെച്ച് കൊണ്ടുപോവുക. അപ്പോൾ പൂജയ്ക്കുള്ള ആ കറിയും അതുപോലെ തന്നെ ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പൂജച്ചോറ് എന്ന് പറയും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ പരിപാടികളൊക്കെ വേഗം അത്യാവശ്യം സ്പീഡിൽ തന്നെ വേഗം നടന്നു കേട്ടോ. ഇത് മീര, എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ തന്നെ. അപ്പോൾ ഇതാ ലച്ചുവിന് ചാനലൊക്കെ ഉണ്ട് കേട്ടോ, ലച്ചു ടീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ചാച്ചൻ്റെ അടുത്ത് എന്തോ കാര്യമായിട്ട് സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ തന്നു. അപ്പോൾ പിള്ളേരെയാണ് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയത്. കാരണം സമയമായി, അപ്പോൾ അവർക്കൊക്കെ വിശക്കില്ലേ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗാണ്, അത്രയേ ഉള്ളൂ. ബായ്.